ഇത് റീപോർട്ടിംഗ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നഴ്സറിയിൽ കുറേ ആയിട്ട് ഞാൻ വീഡിയോകളൊന്നും ചെയ്യാറില്ല, കാരണം നഴ്സറിയുടെ വർക്ക് നടക്കുമായിരുന്നു. നമ്മുടെ റോസുകളെല്ലാം റീപോർട്ട് ചെയ്തിട്ട് വീണ്ടും തളത്തൊക്കെ വരുന്നുണ്ട്. മുഴുവനും വേര് മാറ്റി ഇതുപോലെ നമ്മുടെ റോസിൻ്റെ എല്ലാ ഇലകളും മാറ്റി വേര് ഇങ്ങനെ എടുക്കും. അതിന് ശേഷമാണ് റീപോർട്ട് ചെയ്തത്. പക്ഷേ നമുക്കെല്ലാവർക്കും അങ്ങനെ റീപോർട്ട് ചെയ്യുമ്പം പിടിച്ചു കിട്ടണമെന്നില്ല. അതുകൊണ്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇങ്ങനെ നമ്മൾ റീപോർട്ട് ചെയ്തതാണ് ഈ ചെടികളെല്ലാം. ഇതെല്ലാം നല്ല തളുത്ത് നല്ല ബ്രാഞ്ചായിട്ട് വരണം. അപ്പോൾ നഴ്സറിയുടെ വർക്കുകൾ നടക്കുമായിരുന്നു. ഇതെല്ലാം തണലത്താണ് കേട്ടോ ഇരിക്കുന്നത്. റീപോർട്ട് ചെയ്തതിന് ശേഷം ചെടികളെല്ലാം തണലത്താണ് ഇരിക്കുന്നത്. ഇത്രയും നാളെ ഞാൻ ചകിരിച്ചോറൊന്നും ഇട്ടിട്ടല്ല ചെടികൾ വെച്ചിരുന്നത്. പക്ഷേ ചകിരിച്ചോറ് ചേർത്തുകൊണ്ട് എൻ്റെ ചെടികൾക്കൊന്നും ഇതുവരെ പ്രശ്നങ്ങളൊന്നും വരാത്തത് കൊണ്ട് ഒത്തിരി പല രീതിയിൽ ഞാൻ ചെയ്ത് നോക്കി. എന്നിട്ട് പ്രശ്നങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഇപ്പോൾ റോസ് നടുമ്പോൾ ഞാൻ ചകിരിച്ചോറും കൂടി ചേർക്കാറുണ്ട്. ബാക്കി നമ്മൾ റിപ്പോർട്ട് ചെയ്ത ചെടികളെല്ലാം ഇവിടെയാണ് ഇരിക്കുന്നത്. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാനിതെല്ലാം തന്നെ എടുത്ത് നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചു. എല്ലാത്തിനും തന്നെ ചില കമ്പുകളൊക്കെ ഉണങ്ങിപ്പോകുന്നുണ്ട്. അത് അല്പം പഴുപ്പ് ഉള്ള കമ്പുകളായിരുന്നു. പക്ഷേ ഈ ചെടി കണ്ടോ, ഇത്രയും ഉള്ളായിരുന്നു ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ. ഒരു കമ്പ് ഉണങ്ങിപ്പോയി. പക്ഷേ ഈ ഒരു കുഞ്ഞ് കമ്പ് മിച്ചമുള്ളതിൽ നല്ല രീതിയിൽ തളിര് വരുന്നുണ്ട്. കണ്ടോ, ഇത്രയും മതി നമുക്ക് ഒരു നല്ല റോസയാക്കി ഇതിനെ എടുക്കാനായിട്ട്. ചില റോസുകളൊക്കെ നമുക്ക് പഴുത്ത കമ്പുകളൊക്കെയാണ് ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നത്. പക്ഷേ ഒട്ടും മുക്കാലും എണ്ണത്തിൽ തളിരുകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല വെയിലത്താണ് ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വീണ്ടും ഇത് വെയിലത്തേക്ക് മാറ്റി വെച്ചു. റീപോർട്ട് ചെയ്ത റോസുകളാണ് ഫുള്ളിരിക്കുന്നത്. ഇതെല്ലാം ഇത് മുഴുവൻ നമ്മൾ റീപോർട്ട് ചെയ്ത റോസുകളാണ്. ഓരോ ആഴ്ചയും കഴിയുമ്പം എടുത്ത് വെയിലത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. മുമ്പേ കാണിച്ച റോസുകളെല്ലാം ഇനി വെയിലത്തേക്ക് മാറ്റാനുള്ളതാണ്. ഇത് നമ്മുടെ ബോഗൺവില്ലകളുടെ വിശാലമായ ലോകമാണ്. നിറച്ച് ബോഗൺവില്ലകളാണ്. അടുത്ത മാസത്തേക്കൊക്കെ ഇതിൽ പൂക്കളാകും. നല്ല ആരോഗ്യത്തിലൂടെയാണ് ഇവർ നിൽക്കുന്നത്. ഈ ബോഗൺവില്ലകളെല്ലാം നമ്മൾ സെയിലിനായിട്ട് പിടിപ്പിച്ചേക്കുന്നതാണ്. എല്ലാം നല്ല ഹെൽത്തിയാണ്. നമ്മളിപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഞാൻ പുറത്ത് മഴയത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് എനിക്ക് ഈ ബോഗൺവില്ലകളെല്ലാം തന്നെ പിടിക്കാതെ കുറേ എണ്ണം പോയി. പക്ഷേ ഇതെല്ലാം തന്നെ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ബോഗൺവില്ലകളാണ്. നമുക്ക് എങ്ങനെയൊക്കെ ആയാലും തായ്ലൻഡ് വെറൈറ്റി പിടിപ്പിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും കുറേയധികം കഷ്ടപ്പെട്ടാണ് എനിക്കിതെല്ലാം പിടിച്ച് കിട്ടിയത്. അപ്പോൾ അതിനോടൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. ഇതൊരു വെറൈറ്റിയാണ്. ഇതിൽ ഈ കളറാണ് പൂക്കൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതേതാ ഐഡൻറ്റിറ്റി എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ 2 ചെടിയിൽ പൂക്കൾ വന്നിട്ടുണ്ട്. ഏത് ഐഡിയ എന്ന് ഇതുവരെ ക്ലിയർ അല്ല. നല്ലതായിട്ട് പൂക്കൾ വന്നാലേ തിരിച്ചറിയാൻ പറ്റുള്ളായിരിക്കും. ഇതുണ്ടോ, ചിലതിലെല്ലാം പൂക്കൾ വരുന്നുണ്ട്. അവിടെയൊക്കെ പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. പിടിക്കാത്ത കവറുകളെല്ലാം ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കാണ്. അടുത്ത ട്രിപ്പ് നമ്മളിതെല്ലാം മാറ്റിയതിന് ശേഷം ഇതിലെല്ലാം പുറത്തോട്ട് ഇറക്കിയതിന് ശേഷം വേണം എനിക്ക് അടുത്ത ട്രിപ്പ് വീണ്ടും ഇതേപോലെ നമുക്ക് പിടിപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഞാനൊന്ന് പ്രൂൺ ചെയ്യുന്നുണ്ട്. കാരണം പ്രൂൺ ചെയ്താലേ എനിക്കിത് ബുഷിയായിട്ട് കിട്ടത്തുള്ളൂ. ഇത് വയലറ്റ് കളറാണ്. ഇതുണ്ടോ മുട്ട വന്നിരിക്കുന്നത്. തീരെ ചെറുതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തതിൻ്റെ കവറ്. ഈ കവറിലാണ് നമ്മൾ അയക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇത് ഹവായി വൈറ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. എന്തായാലും ഹവായി വയലറ്റിൻ്റെ പോലെ തന്നെ വെരിഗേറ്റഡ് ലീഫും ആ ബ്ലൂ കളറും ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അധികം നമുക്ക് വർക്കേഴ്സിനെ ഒന്നും ഒത്തിരി ആശ്രയിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും കുറേയൊക്കെ കാര്യങ്ങൾ. അപ്പം നമുക്ക് വീഡിയോ എടുക്കാനും എഡിറ്റിങ്ങും എല്ലാം കൂടി നടക്കത്തില്ല. എങ്ങനെയും വീഡിയോ എടുക്കാമെന്ന് വെച്ചാലും എഡിറ്റിംഗ് എല്ലാം കൂടി നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. ഇത്രയേ ഉള്ളൂ ഇപ്പോഴത്തെ നമ്മുടെ വിശേഷങ്ങളാണ്. പിന്നെ കുറേ അടീനി കുഞ്ഞുങ്ങളെ പിടിപ്പിക്കുന്നുണ്ട്. അതും നമുക്ക് ഈ പ്രാവശ്യം സെയിലിനായിട്ട് ഉണ്ടായിരിക്കും. അടീനിയുണ്ട്. ഇത് നമ്മുടെ അടീനിയമാണ്. അടീനിയം നമ്മൾ പിടിപ്പിച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഓരോരോ കവറിനകത്താണ്. കളറൊന്നും അറിയില്ല, പലതാണ്. ഏതാണ് കളറെന്നൊന്നും അറിയത്തില്ല. വിത്തിട്ട് പാകി മുളപ്പിച്ചാണ് എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നഴ്സറിയുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. ഇനി നമുക്ക് പതുക്കെ വീഡിയോയിലേക്കൊക്കെ വരാം എന്നാണ് വിശ്വസിക്കുന്നത്.
അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്